Hello students, welcome to my new lecture in construction materials and engineering. Today we are going to discuss about the raw materials used and composition, manufacturing methods and characteristics of clay products and IS specification of it. In this, specifically we are going to discuss about the different types of tiles, the classification of tiles. നമുക്ക് ചിത്രത്തിൽ കാണാം നിങ്ങളുടെ വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതൊക്കെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ടൈലാണ് നമ്മൾ ടൈലിന്റെ മാനുഫാക്ചറിനെ കുറിച്ചും അതുപോലെ ടൈലിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഓൾറെഡി. ഇനി നൗ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ക്ലേ ടൈൽ ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ. ഇപ്പൊ പുതിയ നമ്മുടെ മാർക്കറ്റിലൊക്കെ ക്ലേ ടൈൽ കൂടാതെ ക്ലേയിൽ മറ്റു സംഭവങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നല്ല വിട്രിഫൈഡ് ടൈലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ച് കാലഘട്ടം മുന്നേ നമ്മൾ ഉപയോഗിച്ചിരുന്ന ക്ലേ ടൈലിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. സിംപ്ലി നമ്മുടെ സിലബസിൽ ടൈൽസ് എന്ന ക്ലാസിഫിക്കേഷൻ വെച്ച് ഇതാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, ടൈൽസ് ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ മീൻസ് ബൈ യൂസിങ് ക്ലേ ടൈൽ ഈസ് മാനുഫാക്ചർഡ്. സോ നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു ടൈൽസ് ദേ ആർ തിൻ സ്ലാബ്സ് ഓഫ് ബ്രിക്ക് വിച്ച് ആർ ബേൺഡ് ഇൻ എ കിൻ. അപ്പൊ ഒരു കിൻ അല്ലെങ്കിൽ ഒരു അടുപ്പിൽ ബേൺ ചെയ്ത ബ്രിക്ക്, അതിന്റെ ഒരു തിൻ സ്ലാബ് ഓഫ് ബ്രിക്ക് ആണ് എന്ത് ടൈൽ എന്ന് പറഞ്ഞത്. ദേ ആർ തിന്നർ ദാൻ ബ്രിക്സ് ആൻഡ് ഷുഡ് ബി കെയർഫുള്ളി ഹാൻഡിൽ ടു അവോയ്ഡ് ഡാമേജ്. Carefully we have to handle in order to avoid the damage. Then basically they can be classified as two types, that is common tiles and encastic tiles. Common tiles ഉം encastic tiles ഉം എന്നാണ് ടൈൽസിന്റെ two different types. എന്തൊക്കെയാണ് common tiles and encastic tiles? Common tiles എന്ന് പറഞ്ഞാൽ these tiles have different shapes and sizes. പല ഷേപ്പും പല സൈസസിലും കാണുന്ന സാധനമാണ് common tile. They are commonly used for paving, flooring and roofing. നമ്മുടെ നടപ്പാതയിൽ പേവ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ ഫ്ലോറിംഗിൽ, അല്ലെങ്കിൽ നമ്മുടെ റൂഫിംഗിൽ, ഇതിലൊക്കെയാണ് കോമൺ ടൈലുകൾ ഉപയോഗിക്കുന്നത് എന്നുള്ള. ദെൻ കം എൻകാസ്റ്റിക് ടൈൽസ്. എൻകാസ്റ്റിക് ടൈൽ ദിസ് പ്യുവർ ക്ലേ ടൈൽ ആണ്. ഡെക്കറേറ്റീവ് പർപ്പസിന് ഉപയോഗിക്കുന്നതാണ്. ഫ്ലോർസ്, വാൾസ്, സീലിംഗിന്, റൂഫിനൊക്കെ ഡെക്കറേറ്റീവ് പർപ്പസിന് എൻകാസ്റ്റിക് ടൈൽസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് കോമൺ ടൈൽസിനെ ഡിഫറെന്റ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്, അതുപോലെ എൻകാസ്റ്റിക് ടൈൽസിന്. ഇതൊക്കെ നിങ്ങൾക്ക് ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഓരോ ടൈലിനെ കുറിച്ചിട്ട് മാഷ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സംശയങ്ങൾ ഉള്ളത് നിങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ ചോദിക്കാം കേട്ടോ. നെക്സ്റ്റ്, അതായത് കോമൺ ടൈൽസിന് ദേ ക്യാൻ ബി കാറ്റഗറൈസ് ഇൻ ടു 3 ടൈപ്സ്, ദാറ്റ് ഈസ് ഡ്രെയിൻ ടൈൽസ്, ഫ്ലോർ ഓർ പേവിംഗ് ടൈൽസ്, അല്ലെങ്കിൽ റൂഫ് ടൈൽസ്. നമ്മൾ ടൈലിന്റെ ഇതൊരു ടൈല് സ്റ്റോറേജ് വെക്കുന്ന ഒരു സ്റ്റോറേജ് ചെയ്തൊരു സ്ഥലമാണ് അല്ലെ. പല ഡിഫറെന്റ് ടൈല് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതൊക്കെ നല്ല നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് നിർമ്മിക്കുന്ന ടൈലാണ്. പക്ഷെ നമ്മളിവിടെ പറയുന്നത് ക്ലേ ടൈലാണ്. ഇതിപ്പോ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ വളരെ റെയർ ആയിട്ട് മാത്രമേ ഈ ക്ലേ ടൈലൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ. പ്യുവർ ക്ലേ ടൈല് ഇപ്പൊ എല്ലാം റൂഫിങ്ങിനൊക്കെ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഫ്ലോറിങ്ങിനൊക്കെ ഇപ്പോ നല്ല വിട്രിഫൈഡ് ടൈലൊക്കെയാണ് മാർക്കറ്റിൽ ഉപയോഗിക്കുന്നത്. എന്നിരുന്നാൽ നിങ്ങൾ പ്യുവർ ക്ലേ ടൈലിന്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്ന കോമൺ ടൈൽ എന്ന് പറഞ്ഞാൽ ഡ്രെയിൻ ടൈൽസ്, ഫ്ലോർ ടൈൽസ്, റൂഫ് ടൈൽസ് എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് വൺ ഡ്രെയിൻ ടൈൽസ് ആണ്. അതിന്റെ പേര് ആസ് ദ നെയിം സജസ്റ്റ്. എന്താണ് ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ? അഴുക്ക് വെള്ളം പോകുന്ന സ്ഥലമാണ് ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ. ആ അഴുക്ക് വെള്ളം, അല്ലെങ്കിൽ ആ വെള്ളം പോകാൻ ഉപയോഗിക്കുന്നത്, അഴുക്ക് തന്നെ ആവണമെന്നില്ല, യൂസ് ഇറ്റ് ടു കൺവേ ഇറിഗേഷൻ വാട്ടർ. നമുക്കിപ്പോ ഒരു ചെടി നമ്മൾ നട്ടിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെള്ളം കൊണ്ടുപോകണം എന്നിരിക്കട്ടെ, നമുക്ക് ഡ്രെയിൻ ടൈലാണ് അവിടെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. മനസ്സിലായോ? അവ യൂസ്ഡ് ഇൻ വാട്ടർലോഗ് ഏരിയാസ് ആൻഡ് അലോ സബ്സോയിൽ വാട്ടർ ടു പാസ് ത്രൂ. മനസ്സിലായോ? സബ്സോയിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഈ ടൈലിന്റെ ഇടയിലൂടെ, ഇത് മണ്ണിന്റെ അടിയിലേക്ക് ഇട്ട ഒരു പ്രശ്നമില്ല, മണ്ണിന്റെ അടിയിലോട്ട് പോകേണ്ട വെള്ളം ഇതിന്റെ ഉള്ളിലൂടെ പാസ് ചെയ്ത് അതിന്റെ അടിയിലോട്ട് പോകുന്നതായിരിക്കും. അതായത് ഇത് പോറസ് ആണ് എന്നർത്ഥം. ഓക്കെ, ഇത് പോറസ് ആണ്, ഇതുകൊണ്ട് ഒരു തടസ്സവും മണ്ണിന് ഉണ്ടാവുന്നില്ല. സപ്പോസ് ഒരു പ്ലാസ്റ്റിക് പൈപ്പാണ് എവിടെയെങ്കിലും, എന്താ സംഭവിക്കുക? അത് വെള്ളത്തിനൊന്നും പെർമിറ്റ് ചെയ്യില്ല. ഇത് വെള്ളത്തിന് എന്ത് ചെയ്യും? ചെറിയ രീതിയിൽ വെള്ളമൊക്കെ ഇതിന്റെ ഇടയിലൂടെയൊക്കെ ആയിട്ട് അടിഭാഗത്തോട്ട് കൂടി പോകും. ഇതൊരു മീഡിയം ആയിട്ട് ആക്ട് ചെയ്യും. അതായത് വെള്ളത്തിന് മൂവ് ചെയ്യാനുള്ളൊരു മീഡിയം ആയിട്ട് ആക്ട് ചെയ്യും. അതുകൊണ്ട് വാട്ടർ ലോഗ്ഡ് ഏരിയാസിലൊക്കെ ഇത് സുഖമായിട്ട് ഉപയോഗിക്കാം. ഒരുപാട് വാട്ടർ ലോഗ്ഡ് എന്ന് പറഞ്ഞാൽ വെള്ളം ഫുള്ള് കിടക്കുന്ന സ്ഥലമാണ്, ലോഗ് ചെയ്യുന്ന സ്ഥലമാണ്. അവിടെയൊക്കെ നമുക്ക് ഈ ടൈൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. മനസ്സിലായോ? ദീസ് ട്രൈൻസ് മേ ബി സർക്കുലർ, സെമി സർക്കുലർ, സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ. സർക്കുലർ ആവാം, സെമി സർക്കുലർ ആവാം, ഒരു സെഗ്മെന്റ് ആകാം. അത്തരത്തിൽ നിങ്ങൾ ചിത്രം കണ്ടാൽ മനസ്സിലാവും. ഇതൊക്കെ ഡ്രെയിനിങ്, ഒരു വെള്ളം കൊണ്ടുപോകുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. അതിന് ഉപയോഗിക്കുന്ന സ്റ്റൈലാണ് ഡ്രെയിൻ ടൈൽസ് എന്ന് പറയുന്നത്. യൂസ് ടു കൺവേ ഇറിഗേഷൻ വാട്ടർ. ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ വെള്ളം നനക്കുന്ന വെള്ളമാണ്. മനസ്സിലായോ? ചെടികൾക്ക് നനക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമാണ് ഇറിഗേറ്റിംഗ് വാട്ടർ എന്ന് പറഞ്ഞത്. യൂസ്ഡ് റെയർലി ഇൻ മോഡേൺ ടൈംസ്. ഇപ്പൊ റെയർ ആയിട്ടൊക്കെ ഈ പുതിയ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും.
ഡ്രെയിൻ ടൈൽസ് പഴയ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ച ഡ്രെയിൻ പർപ്പസിന് വേണ്ടി ഉപയോഗിച്ച പോറസ് സ്ട്രക്ചർ ഉള്ള ഒരു ടൈലാണ്. വാട്ടർ ലോഗ്ഡ് ഏരിയാസിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടൈലാണ് ഡ്രെയിൻ ടൈൽ എന്ന് മനസ്സിലാക്കുക. ദെൻ കംസ് ഫ്ലോർ ടൈൽ ഓർ പേവിംഗ് ടൈൽസ്. നമുക്കറിയാം ഫ്ലോർ എന്ന് പറഞ്ഞാൽ നിലമാണ്. ആ നിലത്ത് പേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൈലാണ്. ഈ ചിത്രത്തെ പോലെ ഉള്ള ടൈൽസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിന്റെയൊക്കെ ഒരു പഴയ രൂപമാണിത്. പ്യുവർ ക്ലേ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു ടൈലാണ്. ഇതിന്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ 12 mm to 50 mm ആണ്. അതുപോലെ സൈസ് ഓഫ് സ്ക്വയർ സ്കെയിൽ 150 to 300 mm ആണ്. ഇതിന്റെ തിക്നെസ് ആണ് പറഞ്ഞത്. സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കുലർ ഷേപ്പിലാണ് ഉണ്ടാവുക. ദേ ആർ ഹാർഡ് ആൻഡ് കോമ്പാക്ട് സോ ഇറ്റ് ക്യാൻ റെസിസ്റ്റ് വെയർ ആൻഡ് ടിയർ. വെയർ ആൻഡ് ടിയർ അതിന്റെ തേയ്മാനത്തൊക്കെ ബാധിക്കുന്നതിന് വേണ്ടി വളരെ ഹാർഡായിട്ടാണ് നിർമ്മിച്ചിട്ടുണ്ടാവുക. തിൻ സെക്ഷൻ ഓഫ് ദിസ് ടൈൽ ഈസ് അഡോപ്റ്റഡ് ഇൻ സീലിംഗ്സ്. ഇതിന്റെ തിൻ സെക്ഷൻ ആണ് സീലിംഗിൽ ഉപയോഗിക്കുന്നത്. സീലിംഗ് ടൈലായിട്ട് ഉപയോഗിക്കാം. ലെസ് സ്ട്രെങ്ത് ഇൻ വാൾസ്. അതുപോലെ ലെസ് സ്ട്രെങ്ത് ഉള്ളത് വാൾസിൽ ഉപയോഗിക്കാം. നമുക്ക് ഫ്ലോറിംഗിലാണ് ഏറ്റവും എന്താ പറയേണ്ടത് തിക്നെസ് ഉള്ളത് വേണ്ടത്. ടു പ്രിപ്പയർ കളേർഡ് ഫ്ലോർ ടൈൽസ് കളറിംഗ് സബ്സ്റ്റൻസീസ് ആണ് ഇറ്റ്. അപ്പോൾ നമുക്ക് പ്യുവർ ക്ലേ ടൈല് നല്ല എന്താ പറയേണ്ടത് കളേർഡ് ടൈല് വേണമെങ്കിൽ കളറിംഗ് സബ്സ്റ്റൻസ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കളേർഡ് ടൈല് കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള ടൈലുകളാണ് അതൊക്കെ. ഇത് കുറച്ച് മോഡേൺ ടൈംസ് ആണ്. ഇതിന്റെയൊക്കെ കുറച്ചും കൂടെ പഴയ രൂപത്തിൽ നമ്മുടെ പഴയ വീടുകളിലൊക്കെ സീലിംഗിലൊക്കെ നിങ്ങൾക്ക് ടൈല് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അതുപോലെ വാളിലൊക്കെ പഴയ ഒരു ടൈപ്പ് ടൈലാണ്. ഞാനിപ്പോ ആ ചിത്രം നെറ്റിൽ കിട്ടാത്തതുകൊണ്ടാണ് ഈ ഒരു ചിത്രം എടുത്തിട്ടത്. ഓൾമോസ്റ്റ് ഇതുപോലെ സിമിലർ ആണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കും. ഓക്കെ, അതായത് ബൈഹാർട്ട് പഠിക്കാനുള്ള പോയിന്റ്സ് ആണ് എല്ലാം. നെക്സ്റ്റ് റൂഫ് ടൈൽസ്. റൂഫ് ടൈൽസ് എന്നാൽ നമ്മുടെ ഓട് എന്നൊക്കെ പറയുന്ന സംഭവമാണ് റൂഫ് ടൈൽ എന്ന് പറയുന്നത്. അത് ഇപ്പോഴത്തെ പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ വാർപ്പിന്റെ മുകളിലായിട്ട് സ്ലാബിന്റെ മുകളിലായിട്ട് വെക്കുന്നുണ്ട്. ഇനിയല്ല സ്റ്റീൽ ട്രസ് അടിച്ച് വെക്കാം. അല്ലെങ്കിൽ പഴയ കാലഘട്ടത്തിൽ നമ്മുടെ മുത്തശ്ശന്മാരുടെ കാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ ചെറിയ കൂരകളൊക്കെയാണ്. ആ കൂരകളിലൊക്കെ അതുപോലെ ഹിപ്പ് റൂഫ് അതുപോലെ ഗേബിൾ റൂഫ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ശരസാർ പഠിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇത്തരത്തിലുള്ള ടൈൽസ് നമുക്ക് വെക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ആ ടൈൽസിന് സെർവ്സ് ആസ് എ കവറിംഗ് ഫോർ പിച്ച്ഡ് റൂഫ്. ചെരിഞ്ഞ റൂഫിന് ഒരു കവറിംഗ് ആയിട്ടാണ് ഈ ടൈല് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. അത് കഴിഞ്ഞാൽ ഇതിന്റെ ഡിഫറെന്റ് വെറൈറ്റീസ് ആണ്. അലഹാബാദ് ടൈൽസ് ഉണ്ട്, കൊറുഗേറ്റഡ് ടൈൽസ് ഉണ്ട്, ഫ്ലാറ്റ് ടൈൽസ്, ഫ്ലെമിഷ് ടൈൽസ്, ഗുണ ടൈൽസ്, മാംഗ്ലൂർ ടൈൽസ്, പാൻ ടൈൽസ്, സ്പോട്ട് ടൈൽസ്. ഇത്രയും കാറ്റഗറി അല്ല 1 2 3 4 5 6 7 8 ടൈപ്പ് ടൈലാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെ നിങ്ങളെ മനസ്സിലുണ്ടാവണം. പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എത്ര മാർക്കിന് വേണം ചോദിക്കാം. അല്ല, ആദ്യമായിട്ട് ഞാൻ പോകുന്നു അലഹാബാദ് ടൈലിലേക്കാണ്. അലഹാബാദ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു നഗരത്തിന്റെ പേരിലേക്കാണ്. ആ നഗരത്തിൽ നിന്ന് രൂപപ്പെട്ടത് തന്നെയാണ് അലഹാബാദ് ടൈൽസ് എന്ന് പറയുന്നത്. വളരെ സുപ്പീരിയർ ടൈപ്പ് ഓഫ് ക്ലേ ഉപയോഗിച്ചിട്ട് നിർമ്മിക്കുന്ന ഒരു ടൈൽസ് ആണ് അലഹാബാദ് ടൈൽസ് എന്ന് പറയുന്നത്. ദ മോൾഡിംഗ് ഓഫ് ക്ലേ ഇസ് ഡൺ അണ്ടർ ദ പ്രഷർ ഇൻ മെഷീൻസ്. ഇതിന്റെ മോൾഡിംഗ് എന്ന് പറയുന്നത് വളരെ മെഷീൻ മോൾഡ് ആയിട്ടാണ് ചെയ്യുന്നത്. മെഷീനിലാണ് ചെയ്യുന്നത്. ദിസ് ടൈൽ കംപ്രൈസസ് ഓഫ് 2 പാർട്സ്. 2 പാർട്ടാണ് ഈ ടൈലിൽ. നിങ്ങൾ ചിത്രം നോക്കുക, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ചില വീടുകളിലൊക്കെ. 1 പാർട്ട് ഹാവ് എ ചാനൽ ഷേപ്പ്. ഇതാണ് ചാനൽ. ചാനൽ എന്ന് പറഞ്ഞാൽ സി ഷേപ്പ്. ചാനലിന്റെ ആ അക്ഷരം എന്താണ്? സി ആണ്. സീനെ തിരിച്ചു പിടിക്കുക. അപ്പൊ ഇതാ ഇവിടെ നിങ്ങൾക്ക് ഒരു സിയെ കാണാൻ വേണ്ടി സാധിക്കുക. ഇതൊരു സി ആണ്, ചെറിയൊരു സി. ഇതാണ് ചാനൽ ഷേപ്പ് എന്ന് പറയുന്നത്. ഈ ചാനൽ ഷേപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സൈഡിൽ വലിയ ഡയമെൻഷനും ഈ സൈഡിൽ ടാപ്പർ ചെയ്തിട്ടാണ് ഈ ചാനൽ ഷേപ്പ് വരുന്നത്. അതുപോലെ തന്നെ അതർ ഈസ് സെമി സർക്കുലർ. നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു അർദ്ധവൃത്താകൃതിയിലാണ് അടുത്തൊരു ഷേപ്പ്. ഈ 2 ഷേപ്പ് കൂടിയതാണ് അലഹാബാദ് ടൈൽസ് എന്ന് പറയുന്നത്. അതുപോലെ ഇതും ടാപ്പറേറ്റ് ആണ്. ഈ ഒരു ഡയമീറ്ററും ഈ ഒരു ഡയമീറ്ററും വ്യത്യസ്തമാണ്. നിങ്ങൾ ഇവിടെ നിരീക്ഷിക്കുക, നോക്കിക്കേ. ഈ ഒരു ടൈൽസ് ഇങ്ങനെ വെക്കും, അതായത് സി ടൈപ്പ് ടൈൽസ്. അതിന്റെ മുകളിലായിട്ട് സെമി സർക്കുലർ. എഗെയിൻ സി ടൈപ്പ് വെക്കും, അതിന്റെ മുകളിലായിട്ട് സെമി സർക്കുലർ. ഇങ്ങനെയാണ് അതിന്റെ ടോപ്പ് വ്യൂ ആണ് ഈ കൊടുത്തിട്ടുള്ളത്. സെക്ഷണൽ വ്യൂ ആണ്. ഇത് ഐസോമെട്രിക് വ്യൂസ് ആണ് രണ്ടെണ്ണം. അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു ചിത്രം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇതിന്റെ ഫ്രണ്ട് എലിവേഷൻ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എങ്ങനെയാണ് അണ്ടർ ടൈലും ഓവർ ടൈലും. അല്ല, അണ്ടർ ടൈലായിട്ട് എപ്പോഴും ഉപയോഗിക്കുന്നത് ചാനലാണ്. അതുപോലെ ഓവർ ടൈലായിട്ട് ഉപയോഗിക്കുന്നത് എപ്പോഴും എന്താണ്? സർക്കുലർ സെക്ഷൻ. ഓവർ എന്ന് പറഞ്ഞാൽ മുകളിലും അണ്ടർ എന്ന് പറഞ്ഞാൽ താഴെയുമാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ബോത്ത് ഓഫ് ദം ഹാവ് ടാപ്പറിംഗ് ഡയമെൻഷൻ വിത്ത് ദ സെയിം ലെങ്ത്. ഒരേ ലെങ്ത് ആണ്, ടാപ്പറിംഗ് ഡയമെൻഷൻ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വലിയതിൽ നിന്ന് ചെറുതിലേക്ക്, അതുപോലെ ചെറുതിൽ നിന്ന് വലിയത്. ടാപ്പർ ചെയ്തിട്ടാണ് ഡയമെൻഷൻ വരുന്നത്. ഇതാണ് അലഹാബാദ് ടൈൽസ്. വളരെ സുന്ദരമായിട്ടാണ് കാണുന്നത്. ഈ അലഹാബാദ് ടൈൽസ് ഒക്കെ വെച്ച് നിങ്ങളുടെ വീട്ടിന്റെ റൂഫ് ഒക്കെ ചെയ്യാൻ വേണ്ടി നിങ്ങൾ നോക്കുക. ഇപ്പോഴും അലഹാബാദ് ടൈൽസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ റൂഫ് ടൈൽ ഞാൻ പറഞ്ഞു ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. റൂഫ് ടൈൽ വലിയ മോഡിഫിക്കേഷൻസ് ഒന്നും വന്നിട്ടില്ല. ഇപ്പോഴും ക്ലേ ടൈൽ തന്നെയാണ് ഉപയോഗിച്ചിട്ട് വരുന്നത്. ദെൻ കൊറുഗേറ്റഡ് ടൈൽസ്.
ഇത് വളരെ റയർ ആയിട്ടേ കാണുന്നുള്ളൂ കൊറുഗേറ്റഡ് ഇപ്പൊ ഈ കാലഘട്ടത്തിൽ. ഇതിൽ കൊറുഗേഷൻസ് ഉണ്ടാവും, ഒരു അണ്ടുലേഷൻസ് ഒക്കെ കാണുന്ന കൊറുഗേഷൻ. ദീസ് ടൈൽസ് ഹാവ് കൊറുഗേഷൻസ് ആൻഡ് വെൻ ദേ ആർ പ്ലേസ്ഡ് ഇൻ പൊസിഷൻ എ സൈഡ് ലാപ്പ് ഓഫ് 1 or 2 കൊറുഗേഷൻസ് ആർ ഫോംഡ്. ഒരു സൈഡ് ലാപ്പിംഗ് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ ദ പ്ലേസിംഗ് ഓഫ് സച്ച് എ ടൈൽ ഓൺ എ റൂഫ് gives an appearance of corrugated galvanized iron sheets. അതുപോലെ ഇത്തരത്തിലുള്ള ടൈൽസ് റൂഫിൽ ചെയ്താൽ ഒരു കൊറുഗേറ്റഡ് ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റ് എങ്ങനെയാണോ പ്ലേസ് ചെയ്ത് അത്തരത്തിലുള്ള ഒരു ചിത്രം തന്നെ നിങ്ങളെ മനസ്സിൽ വരും. ദേ ആർ വെരി ഗുഡ് ഇൻ അപ്പിയറൻസ് ബട്ട് ക്യാൻ ബി ഈസിലി ബ്ലോൺ അവേ ബൈ വയലന്റ് വിൻഡ്. നല്ല അപ്പിയറൻസ് ആണ്. ഇതിലും കൂടെ കുറച്ച് വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റും എനിക്ക്. ഇതാണ് ഒരു കൊറുഗേറ്റഡ് ടൈൽ എന്നത്. ഇതൊരു പീസാണ്. ഇങ്ങനത്തെ 2 പീസ് ഇത് 2 പീസ്. അടുത്ത പീസ് ഇതുപോലെ സ്ട്രൈറ്റ് വെച്ച് ഇങ്ങനെ വെക്കും. ഇതാണ് അതിന്റെ ഐസോമെട്രിക് വ്യൂ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ 2 ടൈല് പ്ലേസ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ന്യൂമറസ് ടൈൽസ്. ഇതിന്റെ ലാപ്പിംഗ് ശ്രദ്ധിക്കുക. 4 സെന്റിമീറ്റർ. ഇതിന്റെ സെന്ററിൽ നിന്ന് ഇതിന്റെ സെന്ററിലേക്കുള്ള ഡയമെൻഷൻ 35 സെന്റിമീറ്റർ. അതുപോലെ ഈ സെന്റർ ടു ഈ സെന്റർ 35 ആണ്. ഈ 35ൽ ചെറിയൊരു ഏരിയ ലാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് കോമൺ ആയിട്ട് അത് 4 സെന്റിമീറ്റർ. ലാപ്പ് ജോയിന്റ് ഒക്കെ പഠിച്ചാൽ 4 സെന്റിമീറ്റർ ആണ് സൈഡ് ലാപ്പ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് കൊറുഗേറ്റഡ് ടൈൽസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദേ ആർ വെരി ഗുഡ് ഇൻ അപ്പിയറൻസ് ബട്ട് ക്യാൻ ഈസിലി ബ്ലോൺ അവേ ബൈ വയലന്റ്. നല്ല വയലന്റ് വിൻഡിലൊക്കെ പാറിപ്പോവാനുള്ള ഒരു ചാൻസ് ഉള്ള ടൈൽസ് ആണ് കൊറുഗേറ്റഡ് ടൈൽസ്. അപ്പൊ നമുക്ക് അടുത്ത ടൈലിലേക്ക് നമുക്ക് പോവാം. അപ്പോ നെക്സ്റ്റ് ഫ്ലാറ്റ് ടൈൽസ് എന്നുള്ളതാണ്. ഫ്ലാറ്റ് ടൈൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പേര് സൂചിപ്പിക്കുന്നത് പോലെ എന്താണ് ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വളരെ ഫ്ലാറ്റായ രീതിയിൽ നമുക്കറിയാം, ഫ്ലാറ്റായ രീതിയിൽ കിടക്കുന്ന ഇതിൽ പ്രത്യേകിച്ച് ഒരു തരത്തിലെ കൊറുഗേഷൻസോ അണ്ടുലേഷൻസോ ഒന്നും തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇത്തരത്തിലുള്ള ടൈൽസ് ആണ്. ദേ ആർ റെക്ടാങ്കുലർ ഇൻ ഷേപ്പ്, ആർ വേരിയസ് ഇൻ ഡയമെൻഷൻസ്. ദേ ആർ ലേഡ് ഇൻ സിമെന്റ് മോട്ടാർ. സിമെന്റ് മോട്ടാറിലാണ് അത് ലേ ചെയ്യുന്നത്, അത് വിരിക്കുന്നത്. അപ്പോൾ അതിൽ 2 കാറ്റഗറി ആയത് സ്ലേറ്റ് ടൈൽ. ഇത് സ്ലേറ്റ് ടൈലിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്ലേറ്റ് ടൈലും ഉണ്ട്, ബേൺഡ് ക്ലേ, ഫ്ലാറ്റ് ടെറാസിംഗ് ടൈൽസ് എന്ന് പറഞ്ഞ 2 കാറ്റഗറി ഉണ്ട്. സ്ലേറ്റിന്റെ കളറുള്ളത് സ്ലേറ്റ് ടൈൽസ് എന്ന് പറയും. ശ്രദ്ധിക്കുക, ഇതൊരു സ്ലേറ്റ് ടൈൽസ് ആണ്. അപ്പോൾ ഇതിന്റെ സൈസസ് അവൈലബിൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ മഗപ്പ് ചെയ്ത് പഠിക്കുക. ഇതൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ഉള്ള സൈസാണ്. 60, 30, 15, അതുപോലെ 50, 25, 10. These tiles should have reasonably straight of uniform color structure free from cracks, white patches. ക്രാക്സ് ഉണ്ടാകാൻ വേണ്ടി ഇപ്പോൾ വൈറ്റ് പാച്ച്, അത് ഏത് മെറ്റീരിയലാണ് ശരി നല്ല ടെക്സ്ചർ ആയിരിക്കണം, നല്ല കളർ ആയിരിക്കണം എന്നുള്ള നിർബന്ധമാണ്. അതുപോലെ വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ 21% ആണ്. 24 hours ഇമേഴ്സ് ചെയ്താൽ, കോൾഡ് വാട്ടറിൽ ഇമേഴ്സ് ചെയ്താൽ 21% മാത്രമേ വെള്ളം മാക്സിമം അത് അബ്സോർബ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ എന്ന് ശ്രദ്ധിക്കുക. ഇതാണ് സ്ലേറ്റ് കളറുള്ള സ്ലേറ്റ് ടൈൽസ് എന്ന് പറയുന്നത്. ഇതൊരു ഫ്ലാറ്റ് ടൈൽസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ദെൻ കംസ് ബേൺഡ് ക്ലേ ഫ്ലാറ്റ് ടെറാസിംഗ് ടൈൽസ്. അതിന്റെ കളർ മാത്രം വ്യത്യസ്തം വന്നു അല്ലെ, ബാക്കിയെല്ലാം സെയിം ആണ്, ഫ്ലാറ്റ് തന്നെയാണ്. അതുപോലെ അതിൽ ബെൻഡുകളോ ട്വിസ്റ്റുകളോ ഒന്നും തന്നെ പാടില്ല, ഇറഗുലാരിറ്റീസ് ഒന്നും പാടില്ല. അത് ഏത് ടൈലായാലും ശരിയാണ്. അല്ലെ വാട്ടർ അബ്സോർപ്ഷൻ 20% ബൈ വെയിറ്റ് ആണ്. ശ്രദ്ധിക്കുക, വാട്ടർ അബ്സോർപ്ഷൻ 20% ബൈ വെയിറ്റ് ആണ്. ഇതിന്റെ 21% ബൈ വെയിറ്റ് ആണ്. അതുപോലെ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ 7.5 താഴെ വരാൻ വേണ്ടി പാടില്ല, കൂടിയ പ്രശ്നമില്ല. അതാണ് ബേൺഡ് ക്ലേ ഫ്ലാറ്റ് ടെറാസിംഗ് ടൈൽസ് എന്നത്. ബേൺഡ് ക്ലേ ഫ്ലാറ്റ് ടെറാസിംഗ് ടൈൽസ് ആണ് ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇത് ടൈപ്പ് ഓഫ് ഫ്ലാറ്റ് ടൈൽസ് ആണ്. ദെൻ കംസ് ഫ്ലെമിഷ് ടൈൽസ്. ഫ്ലെമിഷ് ടൈൽസ് എന്ന് പറഞ്ഞാൽ ദീസ് ടൈൽസ് ഹാവ് ഗോട്ട് ദി ഷേപ്പ് ഓഫ് എ ലെറ്റർ എസ്. എസിന്റെ ഷേപ്പ് ഉള്ള ഒരു ടൈൽസ് ആണ്. ശ്രദ്ധിക്കുക, ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു എസ് ടൈപ്പ് ആണ്. അപ്പോ ഇത് വളരെ റെയർ ആയിട്ട് ഉപയോഗിച്ച് കാണുന്നുള്ളൂ ഇപ്പോൾ. These tiles do not form a good covering as the plain tile. They are used only for shed. പ്ലെയിൻ ടൈലിനെ പോലെ ഇത് നല്ലൊരു കവറിംഗ് അല്ല, അതുകൊണ്ട് ഇത് ഷെഡിന് മാത്രം ഉപയോഗിക്കുന്നു. ഇത് ഞാൻ എവിടെയോ നെറ്റിൽ നിന്ന് കിട്ടിയ ഒരു ചിത്രം എടുത്ത് ഇട്ടതാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. നോർമലി ഇത് ഷെഡിനൊക്കെ ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നത്. അവർ ഡയമെൻഷൻസ് നിങ്ങൾ പഠിക്കുക, 35, 225, 12 ആണ്. സോറി 350 by 225 by 12 mm തിക്നെസ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ എസ് ഷേപ്പ് ആണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതാണ് അതിന്റെ ഒരു യൂണിറ്റിന്റെ ചിത്രം എന്ന് പറയുന്നത്. ഫ്ലെമിഷ് ടൈൽ എന്നാണ് ഇതിന് പറയുന്നത്. ഇനി നെക്സ്റ്റ് കംസ് ഗുണ ടൈൽ. ഗുണ ടൈൽ എന്ന് പറഞ്ഞാൽ ഹോളോ ടാപ്പേർഡ് ബേൺഡ് ക്ലേ ടൈലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, നിങ്ങളുടെ വീട്ടിലത്തെ ചെടിച്ചട്ടി ഉണ്ടാവും, ആ ചെടിച്ചട്ടിയുടെ അതുപോലെ അതൊരു ടാപ്പർ ചെയ്ത യൂണിറ്റ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഇത് വരുന്നത് ഗുണ ടൈൽ എന്ന് പറയുന്നത്. ദേ ആർ കോണിക്കൽ ഇൻ ഷേപ്പ് വിത്ത് എ ബേസ് ഓഫ് 100 diameter at the broader end and 75 at the narrow end. ഇതിന്റെ ഈ ചെടിച്ചട്ടിയുടെ മുകളിലത്തെ ഭാഗം 100 mm, അടിയിലെ ഭാഗം 75 mm ആയിരിക്കും. അപ്പൊ ഇതിന്റെ തിക്നെസ് ഓഫ് അനുലാർ റിംഗ് ഈ 6 mm. ഇതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് ഈ ചട്ടിയുടെ 6 mm ആണ്. ഇത് മുകളിലായി വെച്ച് ഇങ്ങനെ ഒരു റിംഗ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ദിസ് ടൈൽസ് ക്യാൻ ബി മാനുഫാക്ചർഡ് ഓൺ ദ പോട്ടേഴ്സ് വീൽ. നമ്മൾ പഠിച്ചിട്ടുണ്ട്,
പോട്ട് ഓഫ് വീൽ എന്ന് പറഞ്ഞാൽ കുടം നിർമ്മിക്കുന്ന ഒരു വീലാണ്. അതിൽ വെള്ളമൊക്കെ കൂട്ടിയിട്ട് നമുക്ക് കോണിക്കൽ ഷേപ്പിൽ ഇത്തരത്തിലുള്ള ഗുണ ടൈൽ നിർമ്മിക്കാൻ പറ്റുന്നതാണ്. The ring may be made suitable shapes such as circular, elliptical, parabolic, etc. ഇതിപ്പോ ഒരു സെമി സർക്കുലർ റിംഗ് ആണ്, ശ്രദ്ധിച്ചു നോക്കുക. അതുപോലെ ഈ റിംഗ് ഇതൊരു റിംഗ് ആണ്, ഇങ്ങനെ പോയിട്ട് ഒരു റിംഗ്, രണ്ട് റിംഗ്, അങ്ങനെ ഒരുപാട് റിംഗ് കൂടിയിട്ടാണ് നമുക്ക് ഇതിന്റെ ഒരു എന്താണ് ഇതിന്റെ ഒരു ഗുണ ടൈൽസിന്റെ ഒരു റൂഫിംഗ് വരുന്നത്. അപ്പോ അത് എലിപ്റ്റിക്കൽ, പരാബോളിക് ഡിപ്പെൻസ് അപ്പോൺ ദ ഷേപ്പ് ഓഫ് ദി റൂഫ്. ഇതിന്റെ ഈ ഗുണ ടൈൽസിന് നമുക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്യാം. അപ്പോ നിങ്ങൾ ആലോചിച്ച് നിങ്ങളെ മനസ്സിൽ ഇങ്ങനെ ഒരുപാട് ചെടിച്ചട്ടി ഇങ്ങനെ മുകളിൽ വെച്ച ഒരു ചിത്രം മനസ്സിൽ വേണം, ശ്രദ്ധിക്കുക. അതുപോലെ ഇവിടുന്ന് മുകളിലോട്ട് ഡയമീറ്റർ കൂടി ഒരു ചെടിച്ചട്ടിയുടെ മുകളിൽ ഒരു ചെടിച്ചട്ടി അത്തരത്തിൽ അറേഞ്ച് ചെയ്ത്, തൊട്ടടുത്ത നേരെ റിവേഴ്സിൽ അറേഞ്ച് ചെയ്തു, പിന്നീട് വീണ്ടും സാധാ അറേഞ്ച്മെന്റ് വന്നു, വീണ്ടും റിവേഴ്സിലോട്ട് വന്നു. അങ്ങനെയാണ് ആൾട്ടർനേറ്റ് ആയിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തെന്നൊക്കെ മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി നെറ്റിൽ നിന്ന് ഞാൻ എടുത്തൊരു ചിത്രമാണിത്. ഇതിനോടൊക്കെ കൂടുതൽ ഡാറ്റാസ് നിങ്ങൾ നെറ്റിലൊക്കെ നോക്കി വീണ്ടും പഠിക്കുക കൂടുതൽ. ദെൻ കംസ് നമ്മുടെ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന മാംഗ്ലൂർ ടൈൽ എന്ന് പറയും. നമ്മുടെ വീടുകളിലും നമ്മുടെ എല്ലാ സ്ഥലത്തും ഉപയോഗിക്കുന്ന ഇതിന്റെ പേര് മാംഗ്ലൂർ ടൈലാണ്. These tiles are of flat pattern and they are provided with suitable projection so that they interlock with each other when placed in position. ആ ഇന്റർലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പും അതിലുണ്ട്. ഒന്നിന് മുകളിൽ ഒന്നിൽ വളരെ എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ സെയിൽ പോകുന്ന ഒരു ടൈലാണിത്. These tiles are red in color. Red color ആണ് and made of double channelized basal mission Mangalore pattern. ഇതിന്റെ ഒരു പേരാണ്, ഈ ഒരു പാറ്റേണിന്റെ പേരാണ്. രണ്ട് സി ആണ്, ഇതൊരു സി, അതുപോലെ ഇതൊരു സി, ശ്രദ്ധിച്ചു നോക്കുക. ഇതൊരു സി, ഇതൊരു സി. അതുകൊണ്ട് തന്നെ ഇതിനാ എന്താണ് പറഞ്ഞത്, ഡബിൾ ചാനൽ. ഇതിന്റെ ഇതൊരു സി, ഇതൊരു സി എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ഡബിൾ ചാനൽ പാറ്റേൺ എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോ ഇതിനെ ഡബിൾ ചാനൽ ബേസൽ മിഷൻ മാംഗ്ലൂർ പാറ്റേൺ എന്നാണ് പറഞ്ഞത്. ദ സ്പെഷ്യൽ മാംഗ്ലൂർ ടൈൽസ് ആർ അവൈലബിൾ ഫോർ ദ ഹിപ്പ്, റിഡ്ജ് ആൻഡ് വാലി പോർഷൻസ് ഓഫ് റൂഫ്. അതുപോലെ ഹിപ്പ് പോർഷൻസ്, റിഡ്ജ് പോർഷൻസ്, വാലി പോർഷൻ എന്നുള്ള പോർഷൻസിന് സ്പെഷ്യൽ ടൈൽസ് ഒക്കെ, മൂലയോട് എന്നൊക്കെ പറയും നമ്മൾ. മൂലയോടിനൊക്കെ ഇതൊരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാംഗ്ലൂർ ടൈലാണ്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ വേറെ ഡബിൾ ചാനൽ ബേസൽ മിഷൻ മാംഗ്ലൂർ പാറ്റേൺ ആണ്. അതുപോലെ മൂലയോടിനും അതുപോലെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ റിഡ്ജ് പോർഷൻ ആയാലും വാലി പോർഷൻ ആയാലും സ്പെഷ്യൽ ടൈൽസ് ഒക്കെ അവൈലബിൾ ആണ്. It is found that about 15 Mangalore tiles are required for covering 1 square meter of roof. ഒരു സ്ക്വയർ മീറ്റർ റൂഫ് ഏരിയ കവർ ചെയ്യണമെങ്കിൽ 15 മാംഗ്ലൂർ ടൈൽ വേണം എന്നുള്ളതാണ് അപ്രോക്സിമേറ്റ് കണക്ക്. അപ്പോൾ 15 മാംഗ്ലൂർ ടൈൽ ഉണ്ടെങ്കിൽ ഒരു സ്ക്വയർ മീറ്റർ ഏരിയ, ഒരു സ്ക്വയർ മീറ്റർ എന്നാൽ 1 മീറ്റർ നീളം 1 മീറ്റർ വീതിയാണ്. 1 മീറ്റർ നീളം 1 മീറ്റർ വീതിയും കവർ ചെയ്യണമെങ്കിൽ 15 മാംഗ്ലൂർ ടൈൽ. ഇത്രയും പോയിന്റ്സ് ഒക്കെ നിങ്ങൾ പഠിക്കുക. അതുകൂടാതെ മാംഗ്ലൂർ കവറിന് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം BIS IS 654/1962 പ്രകാരം 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ക്ലാസ് എ, ക്ലാസ് എ. അതിൽ ക്ലാസ് എക്ക് എത്ര വാട്ടർ അബ്സോർപ്ഷൻ പെർസെന്റേജ് വേണം, ക്ലാസ് എക്ക് എത്ര വാട്ടർ അബ്സോർപ്ഷൻ മാക്സിമം പെർസെന്റേജ് ആവാം, അതുപോലെ മാക്സിമം ആവറേജ് ബ്രേക്കിംഗ് ലോഡ് എത്രയാണ്, മിനിമം ഇൻഡിവിജ്വൽ ബ്രേക്കിംഗ് ലോഡ് എത്രയാണെന്നൊക്കെ ഈ ടാബില കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ബൈ ഹാർട്ട് പഠിച്ചു വെക്കുക. അതുപോലെ ഡയമെൻഷൻ ഓഫ് മാംഗ്ലൂർ ടൈൽ എന്ന് പറഞ്ഞത് എഫക്റ്റീവ് ലെങ്ത്, എഫക്റ്റീവ് വിഡ്ത്ത് എത്രയാണ് അതിന്റെ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറഞ്ഞത്, അതുപോലെ അതിന്റെ എഫക്റ്റീവ് വിഡ്ത്ത് എന്ന് പറഞ്ഞത് എത്രയാണ്, അതിന്റെ നീളവും അതുപോലെ അതിന്റെ വീതിയും എത്രയാണ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മാർക്കറ്റിൽ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയ ലെങ്ത്തും വിഡ്ത്തിലൂടെ ടൈൽസ് 320 210 340 215 350 220 ഇത്തരത്തിലെ ടൈലാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയത്. ഇതൊക്കെ പഠിച്ചിട്ട് നോക്കുക. ഇതൊക്കെ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് ആയിട്ട് എഴുതാൻ വേണ്ടി സാധിക്കൂ. കോഡ് ബുക്ക് ഓർമ്മിച്ച് വെക്കുക. IS 654/1962 പ്രകാരമാണ് 2 കാറ്റഗറി, ക്ലാസ് എ ആൻഡ് ക്ലാസ് എ. നെക്സ്റ്റ് കംസ് പാൻ ടൈൽ. ദീസ് ടൈൽസ് ആർ ഷോർട്ട് ആൻഡ് ഹെവി. ഷോർട്ടും വളരെ ഹെവിയും ആയ, ചെറുതാണ് പക്ഷെ നല്ല വെയിറ്റ് കൂടിയ ഇനമാണ് ഈ ഒരു പാൻ ടൈൽസ്. ഒരു പാത്രം പോലെ ഉണ്ടാവും. ലെസ് കർവ്ഡ് ഇൻ സെക്ഷൻ ദാൻ പോട്ട് ടൈൽസ്. നമ്മൾ പോട്ട് ടൈൽസിനെ കുറിച്ച് ഓൾറെഡി ചർച്ച ചെയ്തു. അതിനെക്കാട്ടും കർവേച്ചർ കുറഞ്ഞൊരു ഇനമാണ് ഏത്, പാൻ ടൈൽ എന്ന് പറയുന്നത്. സച്ച് ടൈൽസ് ആർ മോൾഡഡ് ഫ്ലാറ്റ് ഫസ്റ്റ് ആൻഡ് ദെൻ ദേ ആർ ഗിവൺ ദ റിക്വയർഡ് കർവേച്ചർ ബൈ മോൾഡിംഗ് ഇൻ. ആദ്യം ഇത് ഫ്ലാറ്റിലാണ് നിർമ്മിക്കുന്നത്, പിന്നീടാണ് അതിന് ഗിവൺ കർവേച്ചർ മോൾഡ് ചെയ്ത് കൊടുക്കുന്നത്. The drying and burning of tile are done carefully to get a better quality of tiles. Drying and burning of tile are വളരെ ശ്രദ്ധിച്ചാണ് ഇതിന്റെ ഡ്രൈയിങ്ങും ബേണിംഗ് ഒക്കെ ചെയ്യുന്നത്. നമ്മൾ ഡ്രൈയിങ് ബേണിംഗും അതിന്റെ മാനുഫാക്ചർ ഓൾറെഡി പഠിച്ചതാണ്. അതിന്റെ ഇതുപോലെ ഇതിന്റെ ലെങ്ത് എത്രയാണ്, 330 to 350 ലെങ്ത് വരുന്ന, വിഡ്ത്ത് 230 mm to 280 mm ആണ്. നോർമലി മാർക്കറ്റിൽ അവൈലബിൾ ആയ സൈസ് ഇതാണ്. ഇതാണ് ഒരു പാൻ ടൈൽ. ഇങ്ങനെ ഒരു ചെറിയ റൂഫ് കൺസ്ട്രക്ട് ചെയ്താണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ പാൻ ടൈലിനെ കുറിച്ചിട്ട് ജസ്റ്റ് നോക്കുക. ഇനി ഫർദർ ആയിട്ട് കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ അതും വായിച്ച് പഠിക്കുക. ഇതാണ് പാൻ ടൈലിന്റെ ചിത്രം. ഓക്കെ.
നെക്സ്റ്റ് കംസ് പോട്ട് ടൈൽ. പോട്ട് ടൈൽ എന്ന് പറഞ്ഞാൽ ദേ ആർ ഹാഫ് റൗണ്ട് കൺട്രി ടൈൽ എന്നാണ് പറഞ്ഞത്. അർദ്ധവൃത്താകൃതിയിലുള്ള ടൈലാണ്. ഓക്കെ, ദേ ആർ ഓൾസോ നോൺ ആസ് ലോക്കിംഗ് ടൈൽ എന്നും ഇതിനെ പറയും. ഈ അർദ്ധവൃത്താകൃതിയിലുള്ള ടൈല് അണ്ടറായിട്ട് അർദ്ധവൃത്താകൃതി, അതിന്റെ മുകളിൽ ജോയിന്റ്സ്ലി ഓവർ, ദെൻ അണ്ടർ ഒരു സെമി സർക്കിൾ, അഗെയിൻ ഒരു ഓവർ ഒരു സെമി സർക്കിൾ, ഇങ്ങനെയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് സെമി സർക്കുലറായ ടൈല് മുകളിലും താഴെയുമായി ഇങ്ങനെ കൊടുത്തിട്ടാണ് ഈ ടൈല് ഫിനിഷ് ചെയ്യുന്നത്. ദേ ആർ പ്രിപ്പയർഡ് ഓൺ പോട്ടേഴ്സ് വീൽ. ഞാൻ പറഞ്ഞതുപോലെ എന്താ പറയേണ്ടത്, പോട്ടേഴ്സ് വീലാണ് ഇത് ചെയ്യുന്നത്. ആൻഡ് ഷേപ്പ് ഈസ് ഗിവൺ ടു സച്ച് ടൈൽ ബൈ എ പോട്ടർ വിത്ത് ഹിസ് വെറ്റ് ഹാൻഡ്സ്. അതുപോലെ കുടം നിർമ്മിക്കുന്ന അല്ലെങ്കിൽ പോട്ടേഴ്സ് വീൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിന് ഗിവൺ ഷേപ്പ് കൈകൊണ്ട് നമ്മൾ കുടം നിർമ്മിക്കുന്നൊക്കെ യൂട്യൂബിൽ ഒരുപാട് ഈ വീഡിയോസ് ഉണ്ടാക്കി കണ്ടു നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ഒരു ഹാഫ് സർക്കിൾ ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ നിന്നൊക്കെ ഒരു ചെറിയൊരു വയറൊക്കെ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് കട്ട് ചെയ്ത് രണ്ട് കഷ്ണമാക്കിയിട്ടൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും. The polishing of inner and outer surface is done either with a wet cloth or a wetted strip of leather. ഒരു wetted strip of leather അല്ലെങ്കിൽ wet cloth ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിന് ഇന്നർ അല്ലെങ്കിൽ ഔട്ടർ സർഫസ് ഒക്കെ നമുക്ക് പോട്ടൈലിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അതിന്റെ ഒരു എലിവേഷൻ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് എത്തണം. ഇതിന്റെ ഡയമെൻഷൻ ഒക്കെ പറ്റുമെങ്കിൽ പഠിക്കുക. സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് പറ്റുന്ന കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് എല്ലാവരും ഓരോന്ന് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് നമ്മൾ പോട്ടൈൽസിന്റെ വേറൊരു ചിത്രമാണ് ഇത് കാണിക്കുന്നത്. അതേ ചിത്രം തന്നെയാണ് പോട്ടൈൽസിന്റെ ഇവിടെ കൊടുത്ത അതേ ചിത്രത്തിന്റെ ഒരു കുറച്ചും കൂടെ നല്ല ടോപ്പ് വ്യൂ ആണിത്. അതിന്റെ വേറൊരു എത്രയാണ് പോട്ടൈൽസിന്റെ ലെങ്ത് വരുന്നത്, അതിന്റെ ഡയമീറ്റർ ഏകദേശം എത്രയാണ് വരുന്നത്, 230 to 200 ടാപ്പർ ആയിട്ടാണ് വരുന്നത്. ഓവർലാപ്പ് 80 mm ആണ് ഓവർലാപ്പ് കൊടുക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പോട്ടൈലിനെ കുറിച്ചിട്ട് കൂടുതൽ ഡാറ്റാസ് ആണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു എൻകാസ്റ്റിക് ടൈൽസ്. കോമൺ ടൈൽസിന്റെ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. Then comes encastic tiles. Pure clay tiles ഇനെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. Encastic tiles എന്ന് പറഞ്ഞാൽ they manufactured from carefully prepared ordinary clays. Ordinary clays കൊണ്ട് ഉണ്ടാക്കുന്ന ടൈൽസ് ആണ്. Coloring materials and sometimes with finer clays. Finer clay ഉപയോഗിച്ചിട്ട് ആണ് നമ്മൾ ഇതിന്റെ coloring materials. ചിലപ്പോ coloring materials and sometimes with finer clays depending upon the coloring pigment added in the clay. മിക്കവാറും ഈ ഓർഡിനറി ക്ലേസ് എന്ന് പറയുന്നത് ഫൈനർ ക്ലേ, കുറച്ചും കൂടെ തരി കൂടിയ സംഭവമാണ് എൻകാസ്റ്റിക് ടൈൽസിന് ഉപയോഗിക്കുന്നത്. കളറിംഗ് മെറ്റീരിയൽസ് അതുപോലെ നമ്മൾ ആഡ് ചെയ്യും. കളറിംഗ് പിഗ്മെന്റ് ആഡഡ് ഇൻ ദ ക്ലേ. ദിസ് ടൈൽ ഒബ്റ്റെയിൻ ദ ഡിസൈർഡ് പ്രിന്റ് ഓർ കളർ ആഫ്റ്റർ മാനുഫാക്ചർ. അത് ഡിസൈർഡ് കളർ ഡിസൈർഡ് പിഗ്മെന്റ് ഒക്കെ ആഡ് ചെയ്ത് അതിന് മാനുഫാക്ചറിന് ശേഷം ഒരു ഡിസൈർഡ് കളർ നമുക്ക് കിട്ടും. ആ ഒരു ഹീറ്റിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ വലിയ കൊട്ടാരങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പ്രിന്റഡ് ആയിട്ട് വരുന്ന സാധനങ്ങൾ ഒരു ലെയർ എന്തുണ്ടാവും, ഒരു കളറിംഗ് പിഗ്മെന്റ് നമ്മൾ ഇതിന്റെ മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അത്തരത്തിലുള്ള ടൈൽസ് ആണ് എൻകാസ്റ്റിക് ടൈൽസ്. പ്യുവർലി ഡെക്കറേറ്റീവ് പർപ്പസിന് ഉപയോഗിക്കുന്ന ടൈൽസ് ആണ് എൻകാസ്റ്റിക് ടൈൽസ്. കോമൺ ടൈൽസ് അത്തരത്തിലുള്ള ടൈൽസ് അല്ല, അതെല്ലാം പ്ലെയിൻ ടൈൽസ് ആണ്. ഡെക്കറേറ്റീവിന് ഉപയോഗിക്കുന്ന പ്യുവർ ക്ലേ ടൈലിനാണ് നമ്മൾ എൻകാസ്റ്റിക് ടൈൽസ് എന്ന് പറയുന്നത്. ഫൈനർ ക്ലേ കൊണ്ടാണ് നിർമ്മിക്കുന്നത്. ഒരു കളറിംഗ് പിഗ്മെന്റും അതിൽ ഉണ്ടാവുമെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കും. ഓക്കെ, നെക്സ്റ്റ് എൻകാസ്റ്റിക് ടൈൽസിനെ കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങളാണ് അടുത്ത സ്ലൈഡ് പറയുന്നത്. ഈ എൻകാസ്റ്റിക് ടൈൽസിന് 3 ഭാഗങ്ങളാണ് ഉള്ളത്. അതിന് ബോഡി ഉണ്ട്, ഫേസ് ഉണ്ട്, ബാക്ക് ഉണ്ട്. ബോഡി കോസർ ക്ലേ കൊണ്ടാണ് ബോഡി നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ ഫേസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫേസ് എന്ന് പറഞ്ഞാൽ 6 mm കോട്ടിംഗ് ഓഫ് ഫൈനർ ക്ലേ ആണ്. അതിന്റെ മെയിൻ ബോഡി എന്ന് പറഞ്ഞാൽ കോസർ ക്ലേ ആണ്. ഫൈനർ ക്ലേ ആണ് ആൻഡ് കളറിംഗ് മാറ്റർ ആണ് ഏറ്റവും ടോപ്പിലായിട്ട് നിൽക്കുന്നത്. ഏറ്റവും ബാക്കിലായിട്ട് തിൻ കോട്ട് ഓഫ് ക്ലേ ടു പ്രിവെന്റ് ദ ടൈൽ ഫ്രം വാർപ്പിംഗ്. ഒരു തിൻ കോട്ട് ഓഫ് ക്ലേ ഉണ്ടാവും. അതിൽ വാർപ്പിംഗ് അല്ലെങ്കിൽ ക്രാക്കിംഗ് പോലെയുള്ള അത് അടർന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടില്ലേ ഒരു തിൻ കോട്ട് ഓഫ് ക്ലേ അതിന്റെ ഏറ്റവും പുറകിലായിട്ട് കൊടുത്തിരിക്കും. അതുപോലെ കോഴ്സർ ക്ലേ, 6 mm കോട്ട് ഓഫ് ഫൈനർ ക്ലേ ആൻഡ് കളറിംഗ് മാറ്റർ, ദെൻ തിൻ കോട്ട് ഓഫ് ക്ലേ അറ്റ് ദ ബാക്ക് സൈഡ്. അങ്ങനെ 3 പാർട്ട് ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എൻകാസ്റ്റിക് ടൈൽസ് പ്യുവർലി ക്ലേ കൊണ്ട് മാത്രം നിർമ്മിക്കുന്നതാണ്. പ്ലസ് ഒരു കളറിംഗ് മാറ്റർ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത്തരത്തിലുള്ള ടൈൽസ് നമ്മൾ എൻകാസ്റ്റിക് ടൈൽസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് ക്ലേ ടൈപ്സ് ഓഫ് ടൈൽസ് എന്തൊക്കെയാണ്, കോമൺ ടൈൽസിന്റെ ഡെറിവേറ്റീവ്സ് പഠിച്ചു. അലഹാബാദ് ടൈൽസ്, പാൻ ടൈൽസ്, പോട്ട് ടൈൽസ്, മാംഗ്ലൂർ ടൈൽസ്. അതുപോലെ കോമൺ ടൈൽസിന്റെ ടൈപ്സ് അതൊക്കെയാണ് വരുന്നത്. അതിനുശേഷം എൻകാസ്റ്റിക് ടൈൽസ് എന്താണെന്ന് പഠിച്ചു. അതിൽ ബോഡി ഉണ്ട്, ഫേസ് ഉണ്ട്, ബാക്ക് ഉണ്ട് എന്ന് പഠിച്ചു. അതുപോലെ എൻകാസ്റ്റിക് ടൈൽസ് ആണ് പ്യുവർലി ഡെക്കറേറ്റീവ് പർപ്പസിന് ഉപയോഗിക്കുന്ന ടൈൽസ് ആണ് നമ്മൾ പഠിച്ചു. Then comes new developments in tile industry. ഈ നമ്മുടെ ടൈൽ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ന്യൂ ഡെവലപ്മെന്റ്സ് വന്നിട്ടുണ്ട്. വെറും ക്ലേ കൊണ്ട് മാത്രമല്ല ടൈൽ ഉപയോഗിക്കുന്നത്. ക്ലേയിൽ അഡീഷണൽ ആയിട്ട് എന്തൊക്കെയോ ആഡ് ചെയ്താൽ കുറച്ചും കൂടെ നല്ല പ്രോപ്പർട്ടി കിട്ടുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിച്ചു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ പുതിയ ടൈൽസ്, സെറാമിക് ടൈൽസ് അല്ലെങ്കിൽ നോൺ പോർസലൈൻ ടൈൽസ്, ദെൻ പോർസലൈൻ ടൈൽസ്,
ഇത്തരത്തിലുള്ള ടൈൽസ് ഒക്കെ നിങ്ങളുടെ സിലബസിൽ ഇതിൽ 1, 2, 3 ടേംസ് കാണാൻ വേണ്ടി സാധിച്ചു. സെറാമിക് ടൈൽസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. സെറാമിക് ഇൻഡസ്ട്രിയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ മുന്നിൽ വെക്കുന്നത്. Ceramic tiles are used in interior floors, swimming pools, exterior floors, walls for special installation both in interior and exterior cases. Most types of tiles come under the category of ceramic tiles. They are made from a mixture of clay and other materials. Clay കൂടാതെ other materials ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ceramic tiles നിർമ്മിക്കുന്നത്. അതുപോലെ കിന്നിൽ ഒരു അടുപ്പിൽ ഫയർ ചെയ്തിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളത്. ക്ലേ പ്യുവർ ക്ലേ ഉപയോഗിച്ചിട്ടില്ല. സെറാമിക്സ് എന്ന് പറഞ്ഞാൽ അതർ മെറ്റീരിയൽസ് ഉണ്ട്. നമ്മൾ സെറാമിക് ടൈൽസിന്റെ ഒന്ന് രണ്ടെണ്ണം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഒന്നാമത്തെ ഗ്ലേസ്ഡ് സെറാമിക് ടൈൽ എന്ന് പറഞ്ഞത്. ഗ്ലേസ്ഡ് സെറാമിക് ടൈൽ എന്ന് പറഞ്ഞാൽ ക്ലേയും അതുപോലെ സാൻഡിന്റെ ഒരു അംശവും ഉണ്ടാവും. ക്ലേയും സാൻഡും ഉപയോഗിച്ച് നിർമ്മിക്കുന്നതാണ് സെറാമിക് ടൈൽ എന്ന് പറഞ്ഞു. ഞാൻ അതർ മെറ്റീരിയൽ എന്ന് പറഞ്ഞു. അതിൽ അതർ മെറ്റീരിയൽസ് മോസ്റ്റ് പ്രോബബ്ലി സാൻഡ് ആയിരിക്കും. കഴിഞ്ഞ ഇതിൽ പറയാൻ വിട്ടുപോയി. ബട്ട് ദ ഗ്ലേസ്ഡ് സെറാമിക് ടൈൽസ് ഹാവ് എ ലിക്വിഡ് ഗ്ലാസ് കോട്ടിംഗ് ഓൺ ദ സർഫസ്. ഈ ക്ലേയും സാൻഡും കൂടാതെ, സെറാമിക്കിൽ ക്ലേയും സാൻഡും ആണെന്ന് ഞാൻ പറഞ്ഞു, അത് കൂടാതെ ഒരു ഗ്ലാസ് കോട്ടിംഗ്, ഇതിന്റെ ലിക്വിഡ് ഗ്ലാസ് കോട്ടിംഗ് ഇതിന്റെ സർഫസിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇത് കൂടുതൽ തിളക്കം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഗ്ലാസ്ഡ് സെറാമിക് ടൈൽസ് എന്ന് പറയുന്നത്. ഗ്ലേസ്ഡ് അല്ലെങ്കിൽ ഗ്ലാസ്ഡ് സെറാമിക് ടൈൽസ് നിങ്ങൾ അങ്ങനെ പഠിച്ചാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. They are called glassed ceramic. Ceramic tiles എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് clay and sand പ്ലസ് ഗ്ലാസ്ഡ് ഒരു ലിക്വിഡ് ഗ്ലാസ് കോട്ടിംഗ് ഉണ്ടായിരിക്കും. The liquid glass coating creates the texture, design and color of the glazed tiles and glassed tiles and protects the body of the tile from staining. ഇത്തരത്തിലുള്ള കളറുകൾ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും കളർ മിക്സിങ് അങ്ങനത്തെ ഒന്നും സംഭവിക്കാതെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ലിക്വിഡ് ഗ്ലാസ് കോട്ടിംഗ് ആണ്. ആ ഒരു ഗ്ലാസ് കോട്ടിംഗ് ഉണ്ടായതുകൊണ്ട് അതിന്റെ കളർ ഓഫ് ഗ്ലേസ്ഡ് കോട്ടിങ്സ് മറ്റ് കളറുകളുമായിട്ടോ പുറത്തത്തെ എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷൻ ആയിട്ടോ അതൊന്നും ആയിട്ട് ബന്ധപ്പെടാതെ ഈ ഒരു കോട്ടിംഗ് അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഡ്യൂ ടു ദിസ് എക്സ്ട്രാ ലെയർ കസ്റ്റം ടൈൽ ഡിസൈൻസ് ക്യാൻ ബി ആഡഡ് ടു ദം. പല ഡിസൈൻസ് ആഡ് ചെയ്യാം. ബിക്കോസ് എന്തുണ്ട്, അതിന്റെ മേലെ ഒരു ഗ്ലാസ് ലെയർ ഉണ്ട്. ഒരു തരത്തിലും അത് ഡിറ്റോറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ചാൻസ് ഇല്ല. സ്റ്റെയിനിങ് എന്ന് പറഞ്ഞാൽ കളറേഷൻ ആണ്, കളർ മിക്സിംഗ് ആണ്, അതൊന്നും സംഭവിക്കില്ല. ദിസ് അലൗസ് ദ ഫ്ലോർ ടൈൽസ് ഡിസൈൻസ് ടു ബി അവൈലബിൾ ഇൻ മൾട്ടിപ്പിൾ കളേഴ്സ്. ഇത് കാരണം നമുക്ക് മൾട്ടിപ്പിൾ കളറിൽ നമുക്ക് നിർമ്മിക്കാൻ വേണ്ടി പറ്റും. കളേഴ്സ് എന്ത് ചെയ്യില്ല, പരസ്പരം റിയാക്ട് ചെയ്തിട്ടൊന്നും ഒരു തരത്തിലും എന്ത് ചെയ്യില്ല, ഒന്നും മിക്സിംഗ് ഒന്നും നടക്കില്ല. ഡ്യൂ ടു ദർ വൈബ്രന്റ് നാച്ചർ ദേ ആർ മോസ്റ്റ്ലി യൂസ്ഡ് ആസ് ഫ്ലോർ ടൈൽസ് ഫോർ കിച്ചൺ ആൻഡ് ബാത്റൂം വാൾസ്. കിച്ചണിലും ബാത്റൂം വാൾസ്, കിച്ചണിലെ ഫ്ലോർ ടൈൽ ആയിട്ടും അതുപോലെ ബാത്റൂം വാൾസിലൊക്കെയാണ് ഗ്ലാസ്ഡ് സെറാമിക് ടൈൽസിനെ ഗ്ലേസ്ഡ് സെറാമിക് ടൈൽസ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ട് സെറാമിക് ടൈൽ ക്ലേ ആൻഡ് സാൻഡ് ആകുന്നു. അതുപോലെ ലിക്വിഡ് ഗ്ലാസ് കോട്ടിംഗ് ഉണ്ട്. അതുകൊണ്ട് കളർ മിക്സ് ചെയ്യില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം. നെക്സ്റ്റിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഗ്ലാസ് സെറാമിക് ടൈൽസ് ആർ സ്റ്റെയിൻ റെസിസ്റ്റന്റ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ലിക്വിഡ് ഗ്ലാസ് കോട്ടിംഗ് വിച്ച് മേക്സ് ദ ടൈൽ ഡ്യൂറബിൾ, ലെസ് പോറസ് ആൻഡ് സ്ട്രോങ്. അതുപോലെ സ്റ്റെയിൻ റെസിസ്റ്റന്റ് ആണ് എന്ന് പറഞ്ഞു. കളർ മിക്സിംഗ് ഒന്നും നടക്കില്ല. ഓക്കെ, ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ലിക്വിഡ് ഗ്ലാസ് കോട്ടിംഗ് വിച്ച് മേക്സ് ദ ടൈൽസ് ഡ്യൂറബിൾ, ലെസ് പോറസ് ആൻഡ് സ്ട്രോങ്. ഓക്കെ, ഡ്യൂറബിലിറ്റി അതുപോലെ പൊറോസിറ്റി അതുപോലെ അതിന്റെ സ്ട്രെങ്ത് എന്നതൊക്കെ വളരെ കൂടുതൽ, ബിക്കോസ് ഒരു ലിക്വിഡ് ഗ്ലാസ് കോട്ടിംഗ് അതിലുണ്ട്. സിമിലർ ടു പോർസലൈൻ ടൈൽസ് ദേ ആർ ഓൾസോ റിറ്റെയിൻ ദർ ഒറിജിനൽ കളേഴ്സ് ഈവൻ ആഫ്റ്റർ ബീങ് എക്സ്പോസ്ഡ് സൺ ആൻഡ് ഹാർഷ്. എത്രത്തിലുള്ള ഹാർഷ് വെതർ അതുപോലെ സൺ ഇതിലേതിൽ കൊണ്ടുവച്ചാലും ഈ ഗ്ലാസ്ഡ് സെറാമിക് ടൈൽസിന് ഒന്നും സംഭവിക്കില്ല. ദേ ആർ ദ മോസ്റ്റ് കോസ്റ്റ് എഫക്റ്റീവ് ടൈൽസ്. ദ സെറാമിക് ടൈൽ പ്രൈസസ് ക്യാൻ ബി ഈസിലി ഫിറ്റ് ഇൻ ടു യുവർ ബഡ്ജറ്റ്. നമ്മുടെ വലിയ ഒരു പ്രൈസ് ഒന്നും അതിന് വരില്ല മറ്റ് പോർസലൈൻ ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ. These floor tiles are scratch resistant but continuous damage can render them useless. Okay, scratch resistant ആണ്, പക്ഷെ കണ്ടിന്യൂസ് ഡാമേജ് കൊണ്ട് അതിന് യൂസ്ലെസ് ആവാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പോൾ സ്ക്രാച്ച് ഒന്നും അതിൽ വീഴാനുള്ള ഒരു ചാൻസും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് റഫ് ആയിട്ടൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് വിട്രിഫൈഡ് ടൈൽസ് ആണ്. ഇനി നമ്മൾ സെറാമിക് ടൈൽസിന്റെ ഗ്ലാസ് സെറാമിക് ടൈൽസ് വിട്രിഫൈഡ് ടൈൽസ് ആണ്. ഇതൊക്കെ നമ്മുടെ സിലബസ് പറഞ്ഞു. 3 ടൈൽസ് മാത്രമേ ഉള്ളൂ. അതിന് ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഞാൻ നിങ്ങളുടെ സിലബസിലുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. നെക്സ്റ്റ് വിട്രിഫൈഡ് ടൈൽ ഇസ് എ സെറാമിക് ടൈൽ. ഒരു സെറാമിക് ടൈൽ ആണ്. ഞാൻ പറഞ്ഞു സെറാമിക് ടൈൽ എന്ന് പറഞ്ഞാൽ ക്ലേയും സാൻഡുമാണ്. സാൻഡിൽ സിലിക്കാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ 40% ക്ലേയും 60% സിലിക്കാണ് വിട്രിഫൈഡ് ടൈലിൽ. വിത്ത് വെരി ലോ പൊറോസിറ്റി. പൊറോസിറ്റി വളരെ കുറവാണ്. വളരെ എന്താ പറയണത്, പൊറോസിറ്റി കുറഞ്ഞൊരു സാധനമാണ്. അത് ഗ്യാപ്പ് വളരെ കുറവാണ്. ദേ ആർ ഓഫൺ യൂസ്ഡ് ഔട്ട്ഡോർസ് ഡ്യൂ ടു ദ വാട്ടർ ആൻഡ് ഫ്രോസ്റ്റ് റെസിസ്റ്റൻസ്. വാട്ടർ അല്ലെങ്കിൽ ഫ്രോസ്റ്റ് റെസിസ്റ്റൻസ്, നമ്മൾ പൊറോസിറ്റി കുറവാന്ന് പറഞ്ഞാൽ തന്നെ വെള്ളം അതുപോലെ ഫ്രോസ്റ്റ് ഇതൊന്നും ഇൻഫിൽട്രേറ്റ് ചെയ്ത് താഴോട്ട് പോയില്ല. അപ്പോൾ നമുക്ക് ഔട്ട്ഡോറിലൊക്കെ വിട്രിഫൈഡ് ടൈലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും.
Vitrified tiles are manufactured through a process called vitrification. Vitrification എന്ന പ്രോസസ് കൊണ്ടാണ് vitrified tiles നിർമ്മിക്കുന്നത്. To convert into glass-like substance. വളരെ high temperature heat ചെയ്തുകൊണ്ട് glass-like substance ആയിട്ട് entire ബോഡിനെ convert ചെയ്യുന്ന പ്രോസസ് ആണ് vitrification എന്ന് പറയുന്നത്. Which gives them their low porosity എന്ന് പറയുന്നത്. These tiles are mass produced by machines, therefore making vitrified tile prices low and easily available. വളരെ മാസ് ആയിട്ട് മെഷീൻ ഉപയോഗിച്ചിട്ട് പ്രോസസ് ചെയ്യുന്നതാണ്. അതുപോലെ ഇതിന്റെ മാനുഫാക്ചറിംഗ് പ്രോസസ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ട. വിട്രിഫിക്കേഷൻ എന്ന പ്രോസസ് ഹാപ്പൻ ചെയ്യുന്നത് മാത്രം പഠിക്കുക. അതുപോലെ വളരെ പ്രൈസസ് ലോ അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് വിട്രിഫൈഡ് ടൈൽസ് ഉപയോഗിക്കും. ഇപ്പോൾ ഗ്രാനൈറ്റിന് പകരമായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നത് വിട്രിഫൈഡ് ടൈൽസ് ആണ്. ഇതിന് എൻറ്റയർ ബോഡി എന്ന് പറഞ്ഞ ഗ്ലാസ് കണക്കായിരിക്കും. അതാണ് എൻറ്റയർ ബോഡി വിട്രിഫിക്കേഷൻ എന്ന പ്രോസസ്സിന് ഭാഗമാവുന്നുണ്ട്. വിട്രിഫൈഡ് ടൈൽസിന്റെ എൻറ്റയർ ബോഡി ഗ്ലാസ് പോലെയുള്ള വളരെ ട്രാൻസ്പാരന്റ് ആയ സംഭവമാണ് ഈ വിട്രിഫൈഡ് ടൈൽസ് എന്ന് പറയുന്നത്. അതും ഗ്ലാസ്ഡ് സെറാമിക് ടൈൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും ടോപ്പിൽ മാത്രമേ ഗ്ലാസ് കോട്ടിംഗ് ഉണ്ട്. നമ്മുടെ പഴയ കുറച്ചു കാലം മുന്നേ അതൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിച്ചിരുന്നു. ഇപ്പൊ നമ്മൾ മാക്സിമം വിട്രിഫൈഡ് ടൈൽസ് ആണ് ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ ഗ്ലാസ്ഡ് സെറാമിക് ടൈലിനെക്കാളും ഇച്ചിരി വില കൂടിയ സാധനമാണ് വിട്രിഫൈഡ് ടൈൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഗ്രാനൈറ്റിനൊക്കെ ഞാൻ പറഞ്ഞു സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് ഇപ്പോൾ ഉപയോഗിച്ച് വരുന്ന ഇതാണ്. These tiles are the most sought after floor tiles for bedroom and living room. അതുപോലെ ബെഡ്റൂമിനും ലിവിംഗ് റൂമിനും ബെസ്റ്റ് ഫ്ലോർ ടൈൽസ് എന്ന് ഉദ്ദേശിക്കുന്ന പോർസലൈൻ ടൈൽസ് ആണ്. അപ്പോൾ അതിനുശേഷം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത് ഈ വിട്രിഫൈഡ് ടൈലാണ് ഏറ്റവും കൂടുതൽ നല്ല ബെസ്റ്റ് ആയിട്ട് ഉപയോഗിച്ച് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് പോർസലൈൻ ടൈലാണ്. ഇതാണ് ഏറ്റവും വില കൂടിയ ടൈൽ എന്ന് പറഞ്ഞാൽ പോർസലൈൻ ടൈൽ. വളരെ ഗ്ലാസ് പോലെ ഷോപ്പിംഗ് മാളിലൊക്കെ കണ്ടുവരുന്ന ടൈലാണ് പോർസലൈൻ ടൈൽ എന്ന് പറയുന്നത്. The manufacture absorbing capacity and the breaking strength of porcelain tiles differ from the ceramic tiles. Ceramic tiles entire different ആയിട്ടുള്ള സാധനമാണ് porcelain tiles എന്ന് പറയുന്നത്. അതും ക്ലേ ഉപയോഗിച്ച് തന്നെയാണ് porcelain tiles ഉണ്ടാക്കുന്നത്. But compared to the ceramic tiles, they make use of heavier, denser clay. വളരെ denser ആയ ക്ലേ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ porcelain tile ചെയ്യുന്നത്. അതുകൂടാതെ ഫെൽസ്പാർ, സിലിക്ക, സാൻഡ് ഇത്തരത്തിലുള്ള മെറ്റീരിയൽസും കൂടെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഇത്രയും ഒരു തിളക്കം കിട്ടുന്നത്. അതുപോലെ ഓൾമോസ്റ്റ് 2500 ഫാരൻഹീറ്റ് വരെ ഉള്ള ഒരു ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്തിട്ട് അത്രയും ഹെവി ഹീറ്റിംഗിലാണ് പോർസലൈൻ ടൈൽസ് നമ്മൾ നിർമ്മിക്കുന്നത്. കൂടാതെ പോർസലൈൻ ടൈൽസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ വാട്ടർ, ഈവൻ വളരെ മൈന്യൂട്ട് വാട്ടർ പ്രസന്റ് ഉള്ള വാട്ടർ പോലും അതായത് ഡ്രൈ ചെയ്തിട്ടാണ് ഇതിന്റെ ബേക്കിംഗ് അല്ലെങ്കിൽ ഇതിന്റെ ബേണിംഗ് ഒക്കെ ക്യാരി ഔട്ട് ചെയ്ത് വരുന്നത്. This unique method of manufacture makes these tiles harder and denser compared to ceramic tiles. വളരെ harder ഉം denser ഉമാണ് ceramic tiles ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. This is the reason why porcelain tile is regarded as a superior product when factors durability, design, color, everything is considered. Porcelain tiles are the best in the market. Porcelain tiles are highly impervious to water. It has a water absorption rate of less than 0.5%. ഒരു തരത്തിലുള്ള വെള്ളം വളരെ 0.5% ശതമാനം വെള്ളം മാത്രമാണ് പോർസലൈൻ ടൈൽസ് ഉപയോഗിക്കുന്നത്. The cost of porcelain tiles is higher when compared to ceramic tiles. Ceramic tiles കമ്പയർ ചെയ്യുമ്പോൾ പോർസലൈൻ ടൈൽസിന് വളരെ വില കൂടുതലാണ്. വളരെ വലിയ ബിഗർ ഷോപ്പിംഗ് മാൾസ് ലൈക്ക് ലുലു മാൾസ്, ക്യാപിറ്റോൾ മാൾസ് ഇവിടെയൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് പോർസലൈൻ ടൈൽസ് ആണ്. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. The porcelain tiles gain more application in surface area that have high traffic. ഹൈ ട്രാഫിക് ഉള്ള ഒരുപാട് ആളുകൾ കൂടുന്ന ഷോപ്പിംഗ് മാൾ പോലെയുള്ള സ്ഥലങ്ങളിൽ ബെസ്റ്റ് ആണ്. ബിക്കോസ് വെയർ ആൻഡ് ടയർ ഒക്കെ വളരെ കുറവാണ്. The porcelain tiles demand special cement for this installation. വളരെ സ്പെഷ്യൽ സിമെന്റ് വേണം ഇൻസ്റ്റാൾ ചെയ്യാൻ. മോട്ടാറൊന്നും ഉപയോഗിച്ച് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഹൈ അഡസീവ് പ്രോപ്പർട്ടിയിലെ സിമെന്റ് ഉപയോഗിച്ചിട്ട് മാത്രമാണ് ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റുക. When these tiles are used for walls, the cement that has high adhesive property, വാൾ ഉപയോഗിക്കുമ്പോൾ ഹൈ അഡസീവ് ഉള്ള സിമെന്റ് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇത് കിട്ടില്ല. അത്രയും വെയിറ്റ് ഉള്ള സാധനമാണ്. യൂണിറ്റ് വെയിറ്റ് ഉണ്ട് നല്ല. അതുപോലെ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടൈപ്സ് ഓഫ് ടൈൽസും അതുപോലെ കോമൺ ടൈൽസ്, ക്ലേ ഉപയോഗിച്ചിട്ടുള്ള ടൈൽസിന്റെ ക്ലാസിഫിക്കേഷൻ ആദ്യം പഠിച്ചു. അത് കോമൺ ടൈൽസ്, എൻകാസ്റ്റിക് ടൈൽസ്, പിന്നെ സ്പെഷ്യൽ ടൈൽസ്. ഇപ്പൊ റീസെന്റ് ഡെവലപ്മെന്റ്സ് ഇൻ ടൈൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ടൈൽ ക്ലേ കൂടാതെ കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ പ്രോപ്പർട്ടി എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് പഠിച്ചു. അതിൽ നമ്മൾ സെറാമിക് ടൈൽ എന്താണെന്നും പോർസലൈൻ ടൈൽ എന്താണെന്ന് നമ്മൾ പഠിച്ചു. സെറാമിക് ടൈലിൽ നമ്മൾ ഗ്ലാസ്ഡ് സെറാമിക് ടൈലും അതുപോലെ വിട്രിഫൈഡ് ടൈലും പഠിച്ചു, ഫുള്ളി വിട്രിഫൈഡ് ടൈൽ. അതുപോലെ പോർസലൈൻ ടൈലും പഠിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ദാറ്റ്സ് ഇറ്റ്, ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ടൈൽസ്. ദെൻ മാനുഫാക്ചർ ഓഫ് ടൈൽസ് നമ്മൾ ഓൾറെഡി പഠിച്ചു, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടൈൽസും. അപ്പോൾ ടൈൽസിന്റെ പോർഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. എല്ലാവരും പഠിക്കുക. ബൈ.